Hello students, now we are going to discuss about string handling functions. We know that string handling functions are used to carry out string manipulations. പലതരത്തിലുള്ള string manipulations നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ string handling functions യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് 4 തരത്തിലുള്ള string handling functions ആണ് നമുക്ക് പഠിക്കാനുള്ളത്. strcat, strcmp, strcpy and strlen. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ strcat. This function joins two strings together. ഈ strcat എന്ന് പറയുന്നത് സ്ട്രിങ് കൺകാട്ടിനേഷൻ എന്നാണ് പറയുന്നത്. ഈ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? 2 സ്ട്രിങ്സ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ. അതിന്റെ ജനറൽ സിന്റാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. strcat ബ്രാക്കറ്റിൽ string 1 string 2. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സ്ട്രിങ്ങിൽ ഈ സെക്കൻഡ് സ്ട്രിങ്ങിലുള്ള കണ്ടന്റ് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. സ്ട്രിങ് കൺകാറ്റിനേഷന്റെ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇവിടെ നോക്കുക, ജസ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് stdio.h ഹാഷ് ഇൻക്ലൂഡ് string.h. ഈ ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. സ്ട്രിങ്ങിന്റെ മാനിപ്പുലേഷൻ ഫംഗ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യണം. ഹാഷ് ഇൻക്ലൂഡ് string.h ഈ ഫയലിലാണ് ഈ ഫംഗ്ഷൻസ് ഒക്കെ ഉള്ളത്. സോ നമുക്ക് ഹാഷ് ഇൻക്ലൂഡ് string.h എന്ന് കൊടുക്കണം. ദെൻ അതിനുശേഷം വോയിഡ് മെയിൻ. ഇവിടെ നോക്കുക, ഞാൻ ഇവിടെ 2 സ്ട്രിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, S1 S2. ഓക്കെ, S1 നോക്കുക ഐ ലവ് മൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ദെൻ അതിനുശേഷം നോക്കുക S2 കൺട്രി എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. S1ന്റെയും S2ന്റെയും സൈസ് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ 20 കൊടുത്തിട്ടുണ്ട്. S2ന്റെ സൈസ് വന്നിട്ട് 10 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. strcat S1, S2. ഓക്കെ, നമ്മൾ ഈ 2 സ്ട്രിങ്ങിലുള്ള കണ്ടന്റ്സിനെ കൺകാറ്റിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തു. strcat S1, S2. ഓക്കെ, ഇനി നമ്മൾ കൺകാറ്റിനേഷൻ ചെയ്യിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ചെയ്താൽ എങ്ങനെയാണ് ആൻസർ വരുന്നതെന്ന് നോക്കാം. printf %s എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ S1. അപ്പൊ S1ലുള്ള കണ്ടന്റ് എന്താണെന്ന് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ. അടുത്ത ലൈൻ നോക്കുക, printf %s2. ഓക്കെ, അപ്പൊ എന്താണ് S2ൽ എന്താണ് കണ്ടന്റ് ഉള്ളത് എന്നും കൂടെ പ്രിന്റ് ചെയ്ത് വരാനുള്ള ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുക. നമ്മളപ്പോ ആദ്യം printf കൊടുത്തു. ആദ്യത്തെ printfൽ എന്താണ് S1 ആണ് വരേണ്ടത് അല്ലെ. അപ്പൊ നോക്കുക, S1ൽ എന്താണ് ഐ ലവ് മൈ കൺട്രി എന്നുണ്ടാവും. കാരണം എന്താണ്, നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ കൊടുക്കുമ്പോൾ S1ൽ എന്താണ് ഐ ലവ് മൈ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ഈ strcat എന്ന് കൊടുത്തിട്ട് S1, S2 എന്ന് കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ S1 എന്നുള്ള സ്ട്രിങ്ങിലേക്ക് S2ന്റെ കണ്ടന്റ് കൂടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ ആദ്യം കൊടുത്ത സ്ട്രിങ്ങിലേക്ക് രണ്ടാമത് കൊടുത്ത സ്ട്രിങ്ങിൽ എന്ത് കണ്ടന്റ് ആണോ ഉള്ളത് അതും കൂടെ ജോയിൻ ആയിട്ടുണ്ടാവും അല്ലെ. നമ്മൾ രണ്ടാമത് കൊടുത്തത് കൺട്രി എന്നാണ്. S2 എന്നുള്ളതിൽ എന്താ ഉള്ളത്, കൺട്രി എന്നുള്ളത്. S1ൽ എന്താണ് ഐ ലവ് മൈ എന്നാണ് ഉള്ളത്. അപ്പൊ നമ്മൾ strcat S1, S2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ S1ലേക്ക് എന്തുകൂടെ വന്നിട്ടുണ്ടാവും, ഈ S2ലുള്ള കണ്ടന്റ് കൂടെ വന്നിട്ടുണ്ടാവും. സോ നമ്മള് S1 പ്രിന്റ് ചെയ്യിപ്പിച്ചത് എന്ത് വന്നു, ഐ ലവ് മൈ കൺട്രി എന്ന് വന്നു. ഓക്കെ, ഇനി അടുത്ത ലൈൻ എന്താണ്, printf %s S2. S2ൽ എന്താണ് അതിലുള്ള കണ്ടന്റ് തന്നെ അതിലുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് S2ൽ കൺട്രി. ഓക്കെ, ക്ലിയർ ആയോ? ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ strcat S1, S2 അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ S1ല് ഓക്കെ, ഈ ആദ്യം കൊടുക്കുന്ന സ്ട്രിങ്ങില് ഈ രണ്ടാമത് ഉള്ള സ്ട്രിങ്ങിന്റെ കണ്ടന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ട സൈസ് വേണം. അതിനാണ് ഞാൻ ഇവിടെ 20 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ രണ്ടാമത്തെ സ്ട്രിങ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ട്രിങ്ങിന്റെ സൈസ് കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ട കപ്പാസിറ്റി വേണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് വലിയ സ്ട്രിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, 20 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ?
അടുത്ത സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ആണ് strcmp. ദിസ് ഫംഗ്ഷൻ കമ്പയർസ് ടു സ്ട്രിങ്സ്. ഈ ഒരു ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പയർ ചെയ്യുക പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നാണ് മീനിങ്. ഓക്കെ, അതിന്റെ ജനറൽ ഫോം ആണ് strcmp ബ്രാക്കറ്റിൽ string1 string2. ഓക്കെ, അപ്പൊ എന്താണ് strcmp എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് സ്ട്രിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സ്ട്രിങ്സ് ഈക്വൽ ആണോ അല്ലയോ എന്നുള്ളത് കമ്പയർ ചെയ്തിട്ട് പറയും. ഓക്കെ, അതിൽ ആ കമ്പയർ ചെയ്യുന്നതിന്റെ റിസൾട്ട് നമുക്ക് എങ്ങനെയാ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പയർ ചെയ്ത വാല്യൂ റിസൾട്ട് റിട്ടേൺ വാല്യൂ 0 ആണെങ്കിൽ ഈ രണ്ട് സ്ട്രിങ്സും ഈക്വൽ ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഈ രണ്ട് സ്ട്രിങ്സും ഈക്വൽ ആണെന്നാണ് അർത്ഥം. അതല്ല നോൺ സീറോ നമ്പർ ആണെങ്കിൽ, നോൺ സീറോ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 അല്ലാത്ത നമ്പർ ആണെങ്കിൽ ദേ ആർ നോട്ട് ഈക്വൽ. ഓക്കെ, നോൺ സീറോ ആണെങ്കിൽ ദേ ആർ നോട്ട് ഈക്വൽ. ആക്ച്വലി നോൺ സീറോ നമ്പർ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സ്ട്രിങ്സും ഈക്വൽ അല്ല. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. strcmp there and there. ഓക്കെ, ഇത് രണ്ട് സ്ട്രിങ്സ് ആണ്, അത് ഞാൻ ഡയറക്റ്റ്ലി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് സ്ട്രിങ്സും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈക്വൽ അല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ ഒരു ഫംഗ്ഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ, അതായത് ദ ന്യൂമറിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് നോൺ മാച്ചിങ് ക്യാരക്ടേഴ്സ്, അതായിരിക്കും ഇതിൽ റിസൾട്ടായിട്ട് വരുന്നതാവുക. അതായത് ന്യൂമറിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് നോൺ മാച്ചിങ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഏറ്റവും ആദ്യത്തെ നോൺ മാച്ചിങ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പൊ ടി, രണ്ടിലും ഫസ്റ്റ് ലെറ്റർ ടി തന്നെയാണ്, ദെൻ രണ്ടിലും സെക്കൻഡ് ലെറ്റർ എച്ച് തന്നെയാണ്, രണ്ടിലും തേർഡ് ലെറ്റേഴ്സ് ഇ തന്നെയാണ്. അടുത്തത് നോക്കുക, ഐയും ആറും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നോൺ മാച്ചിങ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഐയും ആറും ആണ്. ഓക്കെ, ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ആ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഐയും ആറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയും 9 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ -9 എന്നുള്ളത് വരും. ഓക്കെ, ഐനേക്കാളും 6 9ന്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് -9 എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇത് രണ്ടിന്റെയും ആൻസി വാല്യൂവിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ -9 എന്നാണ് വരിക. അതായിരിക്കും അതിന്റെ റിസൾട്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ സ്ട്രിംഗ് കമ്പയർ എന്നുള്ള ഫംഗ്ഷൻ രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈക്വൽ ആണോ അൺഈക്വൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈക്വൽ ആണെങ്കിൽ 0 ആണെന്ന് റിസൾട്ട് ഉണ്ടാവുക. ഓക്കെ, ഇറ്റ് റിട്ടേൺസ് 0. അല്ല, ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നോൺ ഈക്വൽ ആണെങ്കിൽ എന്താ വരിക? നോൺ സീറോ നമ്പർ ആയിരിക്കും. നോൺ സീറോ നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ നോൺ മാച്ചിങ് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ന്യൂമറിക് ഡിഫറൻസ് ആയിരിക്കും റിസൾട്ടായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ്, അടുത്ത സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ആണ് strcpy. strcpy എന്ന് പറയുന്നത് സ്ട്രിംഗ് കോപ്പി. അത് ഒരു സ്ട്രിങ്ങിന് വേറെ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ജനറൽ ഫോം ആണ് strcpy string1 string2. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ സ്ട്രിങ്ങിലേക്ക് രണ്ടാമത്തെ സ്ട്രിങ്ങിലുള്ള കണ്ടന്റ് കോപ്പി ആവും. ഓക്കെ, അതിലൊരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. strcpy s1, ഡൽഹി. ഇവിടെ നോക്കുക, s1 എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിലേക്ക് ഈ ഡൽഹി എന്നുള്ള സ്ട്രിങ് അല്ലെങ്കിൽ ആ ഡൽഹി എന്നുള്ള ഒരു കണ്ടന്റ് ഈ s1 എന്നുള്ള സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യപ്പെടും. നെക്സ്റ്റ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ ആണ് strlen, സ്ട്രിംഗ് ലെങ്ത് എന്നാണ്. ദിസ് ഫംഗ്ഷൻ കൗണ്ട്സ് ആൻഡ് റിട്ടേൺ ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിംഗ്. ഈ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു സ്ട്രിങ്ങിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ ജനറൽ ഫോം ആണ് n = strlen
ബ്രാക്കറ്റിൽ സ്ട്രിങ്. ഓക്കെ, ഈ ബ്രാക്കറ്റിനകത്ത് നമ്മൾക്ക് ഏത് സ്ട്രിങ് ആണോ, ഏത് സ്ട്രിങ്ങിലുള്ള ക്യാരക്ടേഴ്സ് ആണോ കൗണ്ട് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ഈ എന്നിനകത്തോട്ട് എന്ത് വരും, ഈ സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് ആ റിസൾട്ട് ഈ എന്നിൽ വരും. ഓക്കെ, ഒരു ചെറിയ എക്സാമ്പിൾ ഉണ്ട്. n = strlen ബ്രാക്കറ്റിൽ s1. അപ്പൊ s1 എന്നുള്ളത് ഇപ്പോ ന്യൂ എന്നാണെന്ന് വിചാരിക്കുക. ഓക്കെ, s1 എന്നുള്ളത് ന്യൂ എന്നാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളിങ്ങനെ n = strlen ബ്രാക്കറ്റിൽ s1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഇപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ n will be equal to 3. ഓക്കെ, അപ്പോൾ s1 എന്നുള്ളത് = ഇന്ത്യ എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്താണ് ഇതിൽ ഈ ഇന്ത്യ എന്നുള്ളതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ആ ക്യാരക്ടേഴ്സ് കൗണ്ട് ചെയ്യും. 1 2 3 4 5. ഓക്കെ, അത് കൗണ്ട് ചെയ്തിട്ട് ആ n വാല്യൂ എന്തായിരിക്കും, n will be equal to 5. ഇത്രയുമാണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ്.